ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ്. അപ്പോൾ ഇത് നമ്മുടെ ഈദ് വ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ ഈദ് ഫ്രൈഡേ ആയിരുന്നു, നാട്ടിൽ സാറ്റർഡേ. പക്ഷെ നമ്മൾ കുറച്ചധികം സെലിബ്രേറ്റ് ചെയ്തത് സാറ്റർഡേ ആയിരുന്നു. സൺഡേ നമ്മൾ ഫ്രൈഡേ നമ്മൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സാറ്റർഡേ നമ്മൾ കസിൻ്റെ വീട്ടിൽ പോയി മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നിയർ ബൈ അവിടെ തന്നെ കോർണിഷിലോട്ട് വന്നു. അതായത് കസമിയയിലാണ് കസിൻ്റെ വീട്. അപ്പോൾ അവിടെ കോർണിഷിലോട്ട് വന്നിട്ട് നമ്മൾ അൽനൂർ ഐലൻഡ്, അതായത് ഈ ഐലൻഡ് ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ലേ, ആ ഐലൻഡിലേക്ക് പോകാമെന്നാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 6-നാണ് ഇറങ്ങിയത്. അപ്പോൾ 6-ന് മുമ്പ് ഈ അൽനൂർ ഐലൻഡിൽ തന്നെ ബട്ടർഫ്ലൈ, അതായത് ഇത്ര ഒരു വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഉള്ള ബട്ടർഫ്ലൈയെ ഇങ്ങനെ വളർത്തുന്ന ഒരു ഏരിയ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ 6-ന് മുമ്പ് വരണം. അപ്പോൾ നമ്മൾ ആക്ച്വലി അത് കാണുന്നില്ല, അല്ലാതെ അൽനൂർ ഐലൻഡ് ഫുള്ള് കറങ്ങാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. അന്ന് ഈദ് ഹോളിഡേയ്സിൻ്റെ ടൈം ആയതുകൊണ്ടുള്ള ക്യൂ. അല്ലാത്ത സമയത്ത് ഇവിടെ വലിയൊരു ക്യൂ ഉണ്ടാവാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് അൽനൂർ ഐലൻഡ്. നേരത്തെ കോർണിഷിൽ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ അൽനൂർ ഐലൻഡിലോട്ട് ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പക്ഷെ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു നല്ല ചൂടായിരിക്കും എന്നൊക്കെ. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്തായാലും വന്നതല്ലേ നമുക്ക് കയറാം. അങ്ങനെ നമ്മൾ ഫുൾ സെറ്റായിട്ട് ടീംസായിട്ട് നമ്മൾ അൽനൂർ ഐലൻഡിലോട്ട് പോയി. അപ്പോൾ ഈ അൽനൂർ ഐലൻഡിൽ ഇങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ കുറേ മരങ്ങളുണ്ട്. ഒരു തിക്ക് ഫോറസ്റ്റ് പോലാണ് സംഭവം. അതിൽ ഓരോ ചില സ്പെഷ്യലായിട്ടുള്ള മരത്തിൻ്റെ പേരുകൾ ഉണ്ടാവും, പിന്നെ ഫോസിൽസ് ഉണ്ടാവും. അതൊക്കെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി, അതായത് കയറി കുറച്ച് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് കാണാം. ഇതിൽ ഒരിടത്ത് റെസ്റ്റോറൻറ്റും ഒരിടത്ത് ബട്ടർഫ്ലൈ വളർത്തുന്നിടമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ബട്ടർഫ്ലൈ വളർത്തുന്നിടം. പക്ഷേ നമ്മൾ ഓൾറെഡി ക്ലോസ് ആയിട്ടാണ് അവിടെ എത്തിയത്. നമ്മൾ ഓൾറെഡി ബട്ടർഫ്ലൈയുടെ ഏരിയയിലോട്ട് കയറാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ടൈമിൽ വന്നാൽ നല്ല ചൂടായിരിക്കും. അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് ഐലൻഡ് മാത്രം എക്സ്പ്ലോർ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട്. നമുക്കിങ്ങനെ ഗ്ലാസ്സിൽ പുറത്ത് നിൽക്കുമ്പോൾ കുറച്ചൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ്, നടുക്ക് ഇങ്ങനെ നമുക്ക് പോകാനായിട്ടുള്ള ഒരു പാത്ത് വേ ഉണ്ട്. പിന്നെ ചുറ്റും കടലാണ്. അങ്ങനെ പക്ഷേ ഇപ്പോഴത്തെ ഒരു UAE ക്ലൈമറ്റ് ടെമ്പറേച്ചർ വെച്ചിട്ട് ഞാൻ പറയട്ടെ, 6-6:15 പോലും നല്ല ചൂടായിട്ടാണ്, നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി മൊത്തവും കറങ്ങിയിട്ടില്ല. നമ്മൾ കുറച്ചൊരു ഏരിയ ഒക്കെ കവർ ചെയ്തതിന് ശേഷം തിരിച്ച് പുറത്ത് വന്നിട്ട് ആ ഒരു വഴിയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് കാറ്റുള്ളത്. അപ്പം ഇങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്, ട്രീസ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു നമ്മുടെ ഒരു വെതറിൻ്റെ ചേഞ്ച് ഉള്ള സമയത്താണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഫൺ ഫോർ കിഡ്സ്. കുറേ ട്രീസ് പരിചയപ്പെടാം, അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് വായിച്ച് പരിചയപ്പെടാനൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു ഏരിയയിലോട്ട് പോയപ്പോഴാണ് കുഞ്ഞി മിന്നാമിനുകൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ലൈറ്റ്സ് കണ്ടോ. അത് ആക്ച്വലി അവിടെ കൊടുത്തിരിക്കുന്ന ചെറിയ ലൈറ്റ്സ് ആണ്. പക്ഷെ നമുക്കതിങ്ങനെ രാത്രി തോന്നും മിന്നാമിനുങ്ങ് വന്നിരിക്കുകയാണെന്ന്. ആൻഡ് അവിടെ ഇങ്ങനെ ചെറിയൊരു ഒരു എക്സിറ്റ് ഏരിയ ഉണ്ട്. പുറത്തേക്ക് പോകാനല്ല, ഇങ്ങനെ നമുക്ക് ഹോൾ ദുബായ് വൈബ് കാണാൻ, ഹോൾ ഷാർജ വൈബ് കാണാനായിട്ടുള്ള ഒരു ചെറിയ ഏരിയയും, അതുപോലെ അവിടെ ഒരു സ്വിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോഴേ എല്ലാവർക്കും ചൂടെടുത്തു. പിന്നെ ഉള്ളിൽ തന്നെ ഒരു വാഷ്റൂം ഒക്കെ ഉണ്ട്. അപ്പം ബേബീസിനെയൊക്കെ ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈം അല്ല കേട്ടോ. ബേബിയൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. കാരണം ഈ ചൂട് കാരണം ബേബീസൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. പിന്നെ ആ അകത്തേക്ക് കാണുന്നതാണ് ഫോസിൽസ്. അങ്ങനെ ഓരോന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് അൽനൂർ ഐലൻഡിൽ കാണാനായിട്ട്. അപ്പോൾ ഐ പ്രിഫർ കുറച്ചുകൂടെ സമ്മർ അല്ലാത്തൊരു ടൈമിൽ പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇറ്റ്സ് ലൈക്ക് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെ സ്റ്റോൺ ട്രീ, അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ നമുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഒരു ചെറിയ ഒരു പ്ലേ ഏരിയ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അതായത് നമ്മളിങ്ങനെ റോപ്പൊക്കെ ഇട്ടിട്ട് വലിഞ്ഞു കയറി കളിക്കാനൊക്കെ പറ്റുന്ന അങ്ങനത്തെ കുറേ ഏരിയസും ഉണ്ട്. സോ ബെറ്റർ വിസിറ്റ് ഇൻ വിൻ്റർ ടൈം. അപ്പോൾ ഭയങ്കര ഫണ്ണായിരിക്കും. സമ്മർ ടൈമിൽ അകത്ത് നമ്മൾ വിചാരിക്കും ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നല്ല ഫണ്ണായിരിക്കും, അല്ലെങ്കിൽ നല്ല കാറ്റായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ പോയതും ഒരു 6-നല്ലേ, പക്ഷെ അല്ല.
ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇതിൻ്റെ അകത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ കയറി നമ്മൾ ഐസ്ക്രീം കഴിച്ചു, കാരണം അങ്ങനെയെങ്കിലും തണുക്കട്ടെ എന്നുള്ള. അപ്പം ഞാൻ മേടിച്ചത് മാംഗോ സോർബറ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യുവർ മാംഗോ ജ്യൂസിൽ എക്സ്ട്രാക്ട് അതിങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിക്കുന്ന പോലെ. അത് കഴിഞ്ഞ് അതിൻ്റെ നിയർ ബൈ ആയിട്ട് ഒരു ബട്ടർഫ്ലൈ ഏരിയ ഉണ്ട്, കുറച്ച് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നു. അപ്പം ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ചത്തുപോയ ബട്ടർഫ്ലൈസിനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇറ്റ്സ് കോസ്റ്റ് അറൌണ്ട് 90 ദിർഹംസ്. പിന്നെ ചെറിയ കപ്പ് മേടിക്കാം, പിന്നെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട്. ഈ ഏരിയ ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് AC ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ കുറേ ആളുകളുണ്ടാവും. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്ലേ ഏരിയ. വേറെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാം, അങ്ങനെ ഇങ്ങനെ 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 വലിഞ്ഞ് കയറിയിട്ടൊക്കെ കളിക്കാം. നോട്ട് ഓൺലി കിഡ്സ്, നമുക്കും വലിയവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ചൂടായതുകൊണ്ട് ആരും അങ്ങോട്ടേക്ക് വലുതായിട്ട് ഉണ്ടായിരുന്നില്ല. That's it. I hope you like our Kutti Eid vlog and see you on my next vlog. Bye bye. Till then, take care.